ഉപകരണം ഇല്ലാതെ പേഷ്യൻ്റ് ഓപ്പറേഷൻ മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ പേഷ്യൻ്റ് ഡെത്ത് ആകുന്നതിനെ കൂടുതൽ നാണക്കേട് വേറെ എന്താണുള്ളത്? നമ്മൾ ചോദിക്കുന്ന ചട്ടങ്ങൾ അവർ ചെയ്യുന്നില്ല. അപ്പോൾ അവരുടെ ചട്ടങ്ങൾക്ക് അത്രേ എനിക്ക് പറ്റുള്ളൂ. നടപടിയിലൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. നടപടികളെന്തോ ആയിക്കോട്ടെ. ആലോചിച്ച് നോക്കുക, നമ്മളെല്ലാം ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് നല്ല ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. പക്ഷേ അവിടെ സംഭവിക്കുന്നത് നല്ല ഡോക്ടേഴ്സിനെ ഗവൺമെൻറ് ആക്കിയിട്ടുണ്ടെങ്കിൽ പോലും നല്ല ഇൻസ്ട്രുമെൻസും നല്ല സൗകര്യങ്ങളും എത്തിച്ചു കൊടുക്കാനുള്ള ലിമിറ്റേഷൻസ് കാരണം അത് ഗവൺമെൻറ്റിനെ മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല, അത് വിതരണം ചെയ്യുന്ന ഏജൻസി ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഇടനിലക്കാരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കും ഈ ബുദ്ധിമുട്ട് വരുന്നത്. ഗവൺമെൻറ് മാത്രമായിരിക്കണമെന്നില്ല. അപ്പോൾ ഇത് കാരണമാണ് 100% എഫക്റ്റീവായിട്ട് നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നടക്കാത്തത്. ഈ ലിമിറ്റേഷൻസ് കാരണമാണ്. ഗവൺമെൻറ് ഡോക്ടേഴ്സിനെയൊക്കെ ഒരുപാട് കുറ്റം പറയുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇന്ന് വന്ന ന്യൂസ് ഇപ്പം നിങ്ങൾ കണ്ടത്. പലപ്പോഴും ഗവൺമെൻറ് ഡോക്ടേഴ്സിനൊക്കെ ഒരുപാട് മോശം വാക്കുകളൊക്കെ പറഞ്ഞ് വീഡിയോസൊക്കെ വരുമ്പോഴത്തേക്കും അതിൻ്റെ അടിയിലൊക്കെ കമൻസ് കാണും. പലപ്പോഴും ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഹ്യൂമൻ എറേഴ്സ് വരാറുണ്ട്. പക്ഷെ അത് വളരെ റെയറായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. കൂടുതലും ഇതേപോലത്തെ സംഭവങ്ങളാണ് നമുക്ക് ഹോസ്പിറ്റലുകളിൽ, പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണുന്നത്. അതായത് ഡോക്ടേഴ്സ് കഴിവുണ്ടെങ്കിൽ പോലും പലപ്പോഴും അവരുടെ സ്കില്ല് ഒരു 100%ലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഈ ഉപകരണങ്ങളൊന്നും സഹായിക്കുന്നില്ല എന്നുള്ളതാണ്. വേണ്ട ഉപകരണങ്ങൾ അവിടെ ഇല്ല. അഥവാ ഉള്ള ഉപകരണങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ കംപ്ലയിൻസ് ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലുമൊക്കെ സർജറിയോ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ പ്രൊസീജിയറോ കാര്യങ്ങളോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അതിൻ്റെ കംപ്ലയിൻസ് അപ്പോൾ കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ സംഭവിക്കുന്ന ആ പേഷ്യൻസിനായിരിക്കും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ടാവുക. ഈ ഒരു സംഭവത്തോടെ എല്ലാവർക്കും അതിൻ്റെയൊക്കെ ഒരു കാരണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഭാവിയിലും എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റുകുറ്റങ്ങൾ ഗവൺമെൻറ് സെക്ഷനിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതിന് ഡോക്ടേഴ്സ് മാത്രമല്ല ഉത്തരവാദി എന്നുള്ളത് ഈ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഫോളോ ഫോർ മോർ.